ഇത് താത്തയുടെ കിണ്ടിയാ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപ്പടി വിൽക്കാം. വിറ്റോളൂ, പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാണ്. സ്വാമിക്കൊരു 4 എണ്ണ ചെലവായി കൂടിയേ. എന്തിനാ? ഇതിപ്പോ ഒരു എലി വിഷം വാങ്ങിച്ച് അതിന് കൊടു. കിളവിടെ കാറ്റ് പോവും. മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കരൻ പൊയ്ക്കോളൂ. ആ. എനിക്കറിയാം, എവനെല്ലാം പോയാലും കാര്യം നടക്കൂല, ഞാൻ തന്നെ പോണം. ദാവിക്കുന്നു നമ്മുടെ പുതിയ സീത. ഇതാ ഇതേ എന്റെ മോളാ ജാനു. പിന്നെ ഒരുപാട് മറ്റിടത്ത് നോട്ടമൊക്കെ ഉണ്ടല്ലോ. അത് കുളിക്കോ വിശ്രമിക്കോ ചെയ്യേ സൗകര്യമുണ്ട്. എങ്ങനെയുണ്ട്? അല്ല വണ്ണം എന്നാ സീതയ്ക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ, ഇത്ര പൊക്കേ പാടുള്ളൂ എന്നൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അത് മൊയിലാളി ഏമാരത്ത് പറഞ്ഞു കൊടുക്കി. ആര് സീത കിട്ടുന്നു അവളാ സീത. ഇതിനെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടതാണ് എനിക്കറിയാം. മൊയിലാളി ഇവിടും തപ്പിയെടുത്തു. ഒന്നും പറയാണ്ടിരിക്കാ ഭേദം. ആദ്യം അഭിനയിക്കാൻ ഒക്കുന്നതൊക്കെ പറഞ്ഞതാ, പിന്നെ തന്തം പിടിക്ക. നാളെ മുതൽ റിഹേഴ്സലുണ്ട്. എന്താടോ? ഒന്നില്ല മലയാളി, നമ്മുടെ നടിയില് തന്തയ്ക്ക് ഒരു 10 ഉറുപ്പ്യ കൊടുക്കേ, കള്ളു കുടിക്കേ. അതുകൊണ്ട് ഓടിക്കുന്നേ പിടിച്ചോട്ട് വാങ്ങിച്ചോട്. നമ്മളെ വിളിച്ചാ പോരാ, 10 ഉറുപ്പ്യ നമ്മൾ കൊടുക്കുള്ളൂ. ഞമ്മളെ മൊലാലിന്റെ ഒരു കഷ്ടപ്പാട്. കഴിഞ്ഞ പരിപാടി നഷ്ടല്ലേ മൊലാലി? എന്താ? അല്ല, ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശൊന്നും തരാതെ മൊലാലിന്റെ ആകുമാര് പറ്റിച്ചെന്ന്. താനാരോടും പറയണ്ട. അതാണ് നമ്മൾ ആരോടും പറയില്ല. മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാതെ ഞാൻ സ്റ്റേജിൽ കയറുവോ? പകയിലാണ് നമ്മള് മൊലാലി. കേൾക്കാൻ പഠിച്ചാ പോരാ, നിൽക്കാൻ പഠിക്കണം. പഠിക്കാം. മലയാളി, പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് എഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയ അഞ്ചന് മാർക്ക കല്യാണാണ്. കയ്യിൽ നിന്നും പൈസ അയച്ചു കൊടുക്ക. വീട്ടിൽ കഷ്ടപ്പാടാണ്, അതുകൊണ്ടാണ് ഈ മൊലാലി ആരാണ് എന്താണ് പരിപാടിയോ? എവിടെയാണ്? എന്തോ പരിപാടി? എവിടെയാണ്? രാമനാരെ വീട് ഏതാണ്? ഇത് രാമനാരെ വീടല്ലേ? വാഴയാണ്, വാഴ. മലയാളി, അപ്പൊ ഞമ്മള് പറഞ്ഞ കാര്യം അന്ന് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം. അതെന്താണെന്ന് മലയാളി, ആരും നമ്മളെ സഹായിക്കല്ലാണ്ടായിപ്പോയി, അതുകൊണ്ടാണ്. ഉറങ്ങുകയാണല്ലേ? പറഞ്ഞോളി. സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അപ്പൊ ഞമ്മക്കും ഉറക്കം വരും, അപ്പൊ കാണാം. തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് തനിക്ക് ഡാൻസ് അറിയാം, പാട്ടറിയാം എന്നൊക്കെ ഇയാള് പറഞ്ഞതുകൊണ്ടാണ്. അവസാനം മറ്റുള്ളവന്മാര് കാണിക്കുന്ന മാതിരി താൻ വല്ല കോപ്രായവും കാണിച്ചാൽ ഇല്ല മാഷേ. പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ ശമ്പളമില്ല. വേണ്ട സാർ, അത് കഴിഞ്ഞാലും വേണ്ട. ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മൊയിലാലി. അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഞഞ്ഞാ വർത്താനം പറയാൻ വന്നോണ്ടല്ലോ. ഇല്ല മാഷേ, ഇല്ല. അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്യശാസ്ത്ര പ്രകാരം ഈ പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അതിപ്പോ പുരാണായാലും സോസിലായാലും ഇവിടെ മത്സ്യമാംസം ഒന്നും ഇല്ലല്ലോ. ഒന്നും മിണ്ടായിരേ മൊയിലാളി. സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെയെങ്കിലും ചൂടോടി കിടന്നോളൂ. അതെ അതെ. അപ്പൊ നമ്മൾ എവിടെയാ മത്സ്യമാംസം? സീത അശോകവനത്തിൽ. കുട്ടികളായ ശ്രദ്ധ വേണം. ഈ നക്കുന്ന കാര്യമല്ലാതെ വേറെ ഒരു ചിന്തയില്ലല്ലേ? ഇതെന്താ സത്രമാണോ? തൊതുവ് വരാനും തൊതുവ് പോകാനും ബസ് കിട്ടില്ല. അതെങ്ങനെയാ? ബസ് കിട്ടണമെങ്കിലേ മനസ്സ് നന്നായിരിക്കണം. നാളെ പോലും ഇങ്ങനെ താമസിച്ച് വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? താൻ ഒരുത്തിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം റിഹേഴ്സൽ നിർത്തിവെച്ചത്.
നീ എന്റെ രോഹിനെ ചീത്ത പറയുന്നല്ലേടാ. ആ ഇങ്ങോട്ടിരിക്കെ അമേരിക്ക അയ്യോ അയ്യോ അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, തന്റെ കണ്ണിലെത്തിരുവേ. തന്റെ ദേഹത്ത് ഇടിച്ചല്ലോ, അതിനുമ്പോ ചവിട്ടി നിർത്തിയില്ലേ? വെറും അഭിനയം സാറേ. അത് തിരിപ്പുണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. അയ്യോ എന്തു പറ്റി? ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കിയിട്ട് ഈ അഡ്രസ്സിൽ വന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല, എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ ഓ ഡ്രൈവർ? അയ്യോ പുല്ല് ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരെ പി, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലായിടവും ചുറ്റും. എന്തിനെ? എന്തെന്നാ നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചുവാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല, കാശ് എന്ന സാധനം തരാം, തന്നെത്താൻ ചുറ്റിക്കോ. എന്തരാ വരട്ടെ ഏട് ഏവൻ സർക്കാരിനെ തെണ്ടി. കായില്ല, ഈ കിണ്ടി വിറ്റെടുത്തോ, രക്ഷിപ്പിച്ചളയണം. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ അവിടെ. ഓ അയ്യോ സാർ, എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. ഇരിക്കും. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല. പലിശ ആഫീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആഫീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിന്? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെയും എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ, ഞാനിപ്പോ വരാം. ഓ എക്സ്ക്യൂസ് മീ, സാറിന്റെ കാറടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റ് മിനിറ്റ്, അയക്കൊരു 500 രൂപ കൊടുത്തേക്ക്. എടിക്ക്. ആ ഒന്നുകൂടെ എടുക്ക്. ആ വലിച്ച് മരിക്ക്. വലി വലിക്ക്. ഇനി മുയലാളി ഒന്ന് വലിക്ക്. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീടി വലിച്ചാ മതി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ടുപോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴിവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ ഞാൻ. വേണ്ടാന്നൊരു 100 അത് നീ പറഞ്ഞു കാണും. മുടിപ്പേര് അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ശങ്കരപിള്ള ചേട്ട ഒരു 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ടെങ്കിൽ പോകുന്നു. വിസ്തരിച്ചത് മതി. സത്യം പറയണം, പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയിലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പറ്റുള്ള മൊയിലാളിമാര് നാട്ടിലുണ്ട്. വല്ലവന്റെയും 10 ചക്ര ഒരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. ആ മതി പുളു കേട്ടത്. റിഹേഴ്സൽ സമയം എഴുതേക്ക്. ഇവിടെ ബാല കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറ്. ശല്യം വണ്ടി എന്തിനാ വണ്ടിയും കിണ്ടിയൊക്കെ? ഇവിടുത്തെ ചാപ്പാട് സ്ഥിരമായിട്ട് 1 മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. തെണ്ടിത്തരം പറഞ്ഞാൽ രണ്ടിത്തരോട് പറഞ്ഞാണല്ലോ ചന്തേ, ഇതൊരു കലാക്ഷേത്രമല്ലേ? കൊലാക്ഷേത്ര. എന്നെ
ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. ചോയില് ചേട്ടൻ പറഞ്ഞ കാറ് ആ. എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും?